നമസ്കാരം. നമുക്ക് മന്ത്രധ്യാനത്തിലൂടെ അല്ലെങ്കിൽ മന്ത്രജപത്തിലൂടെ ശരീരത്തിലെ മറ്റൊരു ചക്ര ഉണരുന്ന എനർജി ലെവൽ ഉണരുന്നതിനെക്കുറിച്ചാണ് നമുക്ക് പറയാൻ ഇവിടെ ഉള്ളത്. അത് ചില മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ അത് മന്ത്രധ്യാനത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ കണ്ണുകളടച്ച് ജപിക്കാൻ ശ്രമിച്ചാൽ സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്, കൂടുതലത് പുരുഷന്മാർക്കാണ് ഉണ്ടാകാറുള്ളത്. നെഞ്ചിലെ ചക്രത്തിൻ്റെ ഒരു ഉണർവാണ് വരുന്നത്. നെഞ്ചിലെ ചക്ര, അപ്പം മൂലാധാരം, സ്വാധിഷ്ഠാനം, അങ്ങനെ മുകളിലേക്ക് ഉള്ള ചക്രങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നെങ്കിലും ഞാൻ അതിൻ്റെ സാമ്പ്രദായിക പദങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സാധാരണ എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിലേക്ക് പറയുകയാണ്. ഇത് ഏറ്റവും പ്രധാനമായി സംഭവിക്കുന്നത് ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോഴാണ്. ലളിതാ സഹസ്രനാമം ജപിച്ചിട്ട് ആ ജപം കഴിഞ്ഞതിന് ശേഷം കണ്ണുകൾ അടച്ചിരുന്നാൽ നിങ്ങളുടെ മൊത്തം ശ്രദ്ധയും നെഞ്ചിലെ ഊർജ നിലയിലേക്കായിരിക്കും. അത് ഉറപ്പാണ്. അത് വളരെയേറെ കൂടുതലോ കുറവോ ആയിരിക്കും. പൂർവ്വജന്മദോഷങ്ങൾ കൂടുതലുള്ളവരും ഈ ജന്മത്തിൽ മാംസഭക്ഷണം പോലുള്ള രജോ ഗുണപ്രധാനമായതും തമോ ഗുണപ്രധാനമായതുമായ ആഹാര ശൈലികൾ കൂടുതൽ സ്വീകരിച്ചിരിക്കുന്നവർക്കും ആ എനർജി ലെവലിൻ്റെ വികാസം വളരെയേറെ പ്രശ്നം സൃഷ്ടിക്കും. നെഞ്ചിലെ ഊർജം ഉണരും തോറും ആധി കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അങ്ങേയറ്റം ടെൻഷനിലേക്ക് പോയ ഒരു സ്ത്രീയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പലരും പറഞ്ഞതുകൊണ്ട് അതിൽ ഒരു കഥ പറയാം. ഒരു സ്ത്രീ, എൻ്റെ പരിചയത്തിലുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ദീർഘകാലം എന്നും രാവിലെയും വൈകിട്ടും ലളിതാ സഹസ്രനാമം ജപിക്കുമായിരുന്നു. അവർക്ക് ഈ നെഞ്ചിലെ ഈ എനർജി ഉയരുമ്പോഴാണ് ആധി കൂടുന്നത്. പൊതുവേ ജപക്കാരെങ്കിലും ആധി ഒരുപാടാണ്, അല്ലെങ്കിൽ മനോവിചാരം, മനക്ലേശം, ടെൻഷൻ വളരെ ഇപ്പോൾ കൂടുതൽ പ്രായോഗികമായി പറയുന്ന പദം ടെൻഷൻ എന്നാണല്ലോ. ഈ ദുഃഖം കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അകാരണമായി ഞാൻ ദുഃഖിക്കുന്നു, കാരണത്തോടു കൂടിയാണ് ദുഃഖിക്കുന്നത് എന്നാണോ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലർ പറയുന്നത് ഒരു കാര്യവുമില്ല ദുഃഖം വരുന്നു, നിലവിലുള്ള വിഷയങ്ങൾ തന്നെയാണ്, അതിന് ദുഃഖം ഉണ്ടാകും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി എനിക്കിപ്പോൾ ആധി കൂടിക്കൊണ്ടിരിക്കുകയാണ്, എന്തെന്നില്ലാത്ത ടെൻഷനാണ്, മനക്ലേശമാണ് എന്ന് പറയുന്നെങ്കിൽ, മാനസിക പിരിമുറുക്കമാണെന്ന് പറയുന്നെങ്കിൽ അവരുടെ ജപത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ലളിതാ സഹസ്രനാമത്തിന് ഇതിന് വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നെഞ്ചിലെ ചക്രയുടെ ശക്തമായ ഉദ്ദീപനം ഉണ്ടാക്കുന്നതാണ് ലളിതാ സഹസ്രനാമം. പല മന്ത്രങ്ങളുമുണ്ട്. അതുകൊണ്ട് ലളിതാ സഹസ്രനാമം മോശമെന്നല്ല പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും ഞാൻ ഇവിടെ വിവരിക്കുന്നുണ്ട്. നെഞ്ചിലെ ചക്രം ഉണരുന്നതിനനുസരിച്ചാണ് അസാധ്യമായ കഴിവുകൾ വരുന്നത്. പ്രാതിഭാസിക തലത്തിൽ നമുക്ക് 3 തലങ്ങളാണ്: വ്യാവഹാരിക തലം, പ്രാതിഭാസിക തലം, പാരമാർത്ഥിക തലം. ബോധാതീതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ്സിനെക്കുറിച്ച്, അല്ലെങ്കിൽ സമാധ്യാവസ്ഥയെക്കുറിച്ച് എല്ലാം നമ്മൾ പറയുന്നത് പാരമാർത്ഥിക തലമാണെങ്കിൽ, കഴിവുകളുടെയും സിദ്ധികളുടെയും തലങ്ങളെല്ലാം നിലകൊള്ളുന്നത് പ്രാതിഭാസിക തലത്തിലാണ്. ഏതൊരു വ്യക്തിയുടെയും ഏതൊരു തരത്തിലുള്ള മിടുക്കും സിദ്ധികളും എല്ലാം പറയേണ്ടത്, നേട്ടങ്ങളും എല്ലാം പറയേണ്ടത് പ്രാതിഭാസിക തലം കൊണ്ടാണ്. ഈ പ്രാതിഭാസിക തലത്തിലേക്കുള്ള ഒരു ഉയർച്ചയാണ് നെഞ്ചിലെ ചക്രയുടെ ഉദ്ദീപനം കൊണ്ട് സംഭവിക്കുന്നത്. നെഞ്ചിലെ ചക്ര ശാക്തേയ ജപങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് ലളിതാ സഹസ്രനാമത്തിലെ ഓരോ അക്ഷരങ്ങളെയും ഘടിപ്പിച്ചിരിക്കുന്നത് ഏതൊരു വ്യക്തിയുടെയും, എന്ന് വെച്ചാൽ ജപം ശീലിക്കുന്ന, ലളിതാ സഹസ്രനാമ ജപം ശീലിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും, എല്ലാ വ്യക്തികളുടെയും ആന്തരികമായി ജന്മാന്തരങ്ങളായി സ്വീകരിച്ചിരിക്കുന്ന കഴിവുകളെയെല്ലാം ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലാണ്. ആ ഓരോ പദങ്ങളുടെയും ഘടന എങ്ങനെയാണ് കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് ജപിക്കുന്നവർക്ക് ആന്തരിക ശക്തി കൊണ്ടിരിക്കുകയും അസാധാരണമായ സിദ്ധിവിശേഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഏറ്റവും കുറഞ്ഞ പക്ഷം മറ്റുള്ളവരുടെ ഫലം പറയാനുള്ള ശേഷിയെങ്കിലും അവിടെ ലഭിക്കുന്നതാണ്. ഇതുതന്നെയാണ് ഹനുമാൻ ചാലീസ ജപിക്കുന്നവർക്കുമൊക്കെ ഉണ്ടാകുന്നത്. ഇങ്ങനെ പലവിധ മന്ത്രങ്ങളുണ്ട്. അത് ഏതെല്ലാം മന്ത്രങ്ങളാണ് നെഞ്ചിലെ ആധാരമാക്കിയിരിക്കുന്ന ചക്രയെ ഉണർത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇനി ഒരിക്കലും വീഡിയോ ചെയ്യാം. അത് പറഞ്ഞാൽ തീരുകയില്ല ഇപ്പോഴും. അങ്ങനെ നെഞ്ചിലെ ചക്ര ഉണർന്നിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞു. അവർ ലളിതാ സഹസ്രനാമം ദിവസവും ജപിക്കുമായിരുന്നു. അവർക്ക് ആധിയായി കഴിഞ്ഞപ്പോൾ അവർക്ക്, ഞാൻ പലപ്പോഴും പറഞ്ഞു, ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് കുറച്ച് വെച്ചിട്ട് ധ്യാനത്തിലേക്കൊന്ന് മുഴുകി നോക്കൂ എന്ന് പറഞ്ഞിട്ടും അവർ അതിന് സന്നദ്ധയായില്ല. കാരണം അവർക്ക് ഈ ജപം ഒരു ലഹരിയായി, അതിലേക്കൊരു അഡിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജപിക്കുന്ന സമയങ്ങളിൽ അവർ വളരെയേറെ
ആശ്വാസത്തിലേക്ക് എത്തുകയും ജപം നിർത്തി കഴിയുമ്പോൾ ആ ദിവസം മൊത്തം വീണ്ടും ആധിയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ നെഞ്ചിലെ ഉണർന്നിരിക്കുന്ന ഊർജ്ജ നിലയെ എങ്ങനെ സ്വാംശീകരിക്കാം, ശമിപ്പിക്കാം, അല്ലെങ്കിൽ അതിനെ ഉയർന്ന തലത്തിലേക്ക് മാറ്റിമറിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. ആ വേളയിൽ അവരെ മറ്റ് മതത്തിലെ ഒരു സമ്പ്രദായക്കാർ വന്നിട്ട് നിങ്ങൾ ആ മതത്തിലേക്ക് വരൂ, നിങ്ങൾക്ക് ഈ ടെൻഷൻ മാറുമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഇവർ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ അവസാനമായി എന്നെ വന്ന് കാണാം എന്ന് പറഞ്ഞു വരികയും ചെയ്തു. ആ വേളയിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നത് അനുഷ്ഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ തൽക്കാലം ഈ ജപം നിർത്തുക. പിന്നെ നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് എവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാൻ പറയുക. അപ്പോൾ ടെൻഷൻ കൂടിയാലും കുഴപ്പമില്ല, ഓരോ ദിവസത്തെയും നീക്കങ്ങൾ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസിങ് വരുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞപ്പോൾ അത് നെഞ്ചിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഏതെങ്കിലും തരത്തിൽ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോകാനാണ് ഇത്തരത്തിലാണെങ്കിൽ സാധ്യത എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നെഞ്ചിലെ ആ ഊർജ്ജ നിലയിലേക്കാണ് അവരുടെ ശ്രദ്ധ കൂടുതലായിട്ട് നിലകൊള്ളുന്നത്. ഇനിയും ജപിക്കാതിരിക്കുമ്പോൾ കണ്ണുകളടച്ച് ധ്യാനിക്കാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും വയറ് നിറയാതെ ഇരിക്കുന്ന സമയത്ത് ധ്യാനിക്കാൻ പറഞ്ഞപ്പോൾ കണ്ണുകൾ അടച്ചാൽ ഉടനെ വരുന്നത് നെഞ്ചിലേക്കുള്ള ശ്രദ്ധയാണ്. നെഞ്ചിലെ ആ ഊർജ്ജഭാവത്തിലേക്കാണ്, ആ ഊർജ്ജ തലത്തിലേക്കാണ് അവരുടെ ശ്രദ്ധ മൊത്തം വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനായതിനാൽ അവർക്കത് പറഞ്ഞു കൊടുത്തു. നെഞ്ചിലേക്കുള്ള ഊർജ്ജത്തിലെ ശ്രദ്ധയെ മാറ്റിമറിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ബീജാക്ഷരി മന്ത്രങ്ങളുടെ ജപമാണോ, അല്ലെങ്കിൽ ജപം നിർത്തുകയാണോ, ധ്യാനം കൊണ്ടുവരികയാണോ എന്നൊക്കെയുള്ളത് വളരെ ചിന്തനീയമാണ്. ആ സമയത്ത് നമുക്ക് പ്രയോഗിക്കാൻ സാധിച്ചിരുന്നത് ബാഹ്യത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ആന്തരികതയിലേക്ക് ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു ഘട്ടത്തിൽ ഗുണമാണെങ്കിൽ, പഴകിയാൽ പാലും പുളിക്കും എന്ന് പറഞ്ഞതുപോലെയും അധികമായാൽ അമൃതും വിഷമാണ് എന്ന് പറഞ്ഞതുപോലെയും ഇവിടെ നമ്മുടെ ഊർജ്ജ പ്രശ്നമാവുകയാണ്. അവരെ ബാഹ്യ വിഷയങ്ങളിലേക്ക് ശ്രദ്ധിപ്പിക്കുന്ന തരത്തിൽ ധ്യാനത്തിന് വേണ്ടി ഞാൻ നിർബന്ധിച്ചു. കുറേ ദിവസത്തേക്ക് ധ്യാനം ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ബാഹ്യമായി നേടുന്നതിനെക്കുറിച്ചും ഈ ആകാശത്തെക്കുറിച്ചും സുന്ദരമായ പൂക്കളെക്കുറിച്ചും മഴവില്ലിനെക്കുറിച്ചും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. ബാഹ്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക. നിങ്ങൾക്ക് എന്തൊക്കെയോ ആണോ ആഗ്രഹം, ആ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സംഭാവ്യമാകുന്നു എന്ന് ചിന്തിക്കാൻ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ ബാഹ്യമായ കാര്യങ്ങളെല്ലാം ഭാവനയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ ധ്യാനം ചെയ്യുക എന്നും പറഞ്ഞു. ആ ഒരൊറ്റ ധ്യാന സമ്പ്രദായത്തിലൂടെ തന്നെ ആ സ്ത്രീയുടെ മനസ്സിലെ ആധി മുഴുവൻ പോയി. അതിനുശേഷം ദീർഘകാലം അവർ ഭാവനയിലൂടെ ഈ ലോകത്തിലെ അവർക്ക് എന്തൊക്കെയാണോ ആഗ്രഹങ്ങളുള്ളത് അതെല്ലാം നേടുന്നതിനെക്കുറിച്ച് കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ടാവുകയും ചെയ്തു. അവർക്ക് ബാഹ്യ ജീവിതത്തിൽ പലതും ആഗ്രഹിച്ചതെല്ലാം സാധ്യമായി. ഇതെല്ലാം ഔപനിഷദീയമായ ആശയങ്ങളാണ്. എന്ന് വെച്ചാൽ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളാണ്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇതെല്ലാം രഹസ്യമായി കിടപ്പുണ്ട്. ഇത് നമ്മൾക്ക് സ്വയം ആർജിച്ച ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഈ പുസ്തകങ്ങൾ തുറന്നു നോക്കുമ്പോഴാണ് ഞാൻ ദർശിച്ചതും ഈ പുസ്തകത്തിൽ പറയുന്നതും എല്ലാം പരസ്പരം ഒന്നു തന്നെയാണ്, പരസ്പരം പൂരകമാണ് എന്നുള്ളത് അറിവുണ്ടാകുന്നത്. അങ്ങനെ ബാഹ്യ വിഷയത്തിലേക്കുള്ള ശ്രദ്ധയിൽ അവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുകയും മനസ്സിൻ്റെ ആധിയെല്ലാം ശാന്തമാവുകയും ചെയ്തതിന് ശേഷം വീണ്ടും ലളിതാ സഹസ്രനാമത്തിലേക്ക് പോകാൻ പറഞ്ഞു. കാരണം നിങ്ങളുടെ ആന്തരികമായ സാധ്യതകൾ ഇനിയും ഉണരാനിരിക്കുന്നതിനെ ഉണർത്തുകയും നിങ്ങളുടെ ബോധത്തിൻ്റെ തലത്തിലേക്ക്, എന്നുവെച്ചാൽ ബോധാതീതത്തിലേക്കുള്ള ഉണർച്ചയ്ക്ക് അതൊരു വഴിയൊരുക്കുന്നെങ്കിൽ അതും ആവട്ടെ എന്നുള്ള ധാരണയിൽ, അത് ധാരണയല്ലാതൊരു സത്യമാണ്. അങ്ങനെ അവരെ വീണ്ടും ഞാൻ കൊണ്ടുവരികയും ചെയ്തു. അവർക്ക് അതുകൊണ്ട് കൂടുതൽ ഗുണമുണ്ടാവുകയും ചെയ്തു. എന്ന് വെച്ചാൽ അവരിപ്പോൾ സാധാരണയിൽ കവിഞ്ഞ് സൂക്ഷ്മമായി സംസാരിക്കുന്ന ദാർശനിക സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് അവരിപ്പോൾ. അങ്ങനെ നമുക്ക് അതിനെ മറികടന്നു പോകാൻ സാന്ദർഭികമായി എങ്ങനെയൊക്കെയാണ് നീക്കേണ്ടതെന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇവിടെയൊക്കെയാണ് ഇതിനെയൊക്കെ അതിജീവിച്ച ഈ സമ്പ്രദായങ്ങളിലൂടെയെല്ലാം കടന്നുപോയ ഒരു ആചാര്യൻ്റെ ആവശ്യം അവിടെയുള്ളത്. ഇതും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഓരോ ചക്രത്തിനെ ധ്യാനിക്കാനുള്ള അവസരം വന്നാൽ, മനസ്സവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ, മനസ്സവിടേക്ക് ഏകാഗ്രപ്പെട്ടാൽ അവിടെ വരാവുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെയും സമയോചിതമായി കാലങ്ങൾക്കനുസരിച്ച് പറഞ്ഞുകൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സാധകന് അല്ലെങ്കിൽ സാധകയ്ക്ക് ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം എപ്പോഴും ഓർക്കേണ്ടതാണ്.